വരണമേ നാഥാ വരണമേ എന്നിൽ നിറയണമേ നാഥാ വരണമേ എന്നിൽ നിറയണമേ നാഥാ വരണമേ എന്നിൽ നിറയണമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന പാടാം ആരാധമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം ആരാധമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ എന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന പാടാം ആരാധമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം ആരാധമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ
രാത്രിയിൽ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് സർവാധിപനും സർവശക്തനുമായ ദൈവം കടന്നു വരുന്ന നിമിഷങ്ങളാണ്. 38 വർഷമായി ഒരുവൻ ദുരിതം അനുഭവിക്കുന്നത് കണ്ട കർത്താവ് അവന്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ച ചോദ്യം ഇന്ന് രാത്രിയിൽ അനേകായിരങ്ങളോട് ഈശോ ചോദിക്കുകയാണ്. സ്വന്തം കഴിവിലും മനുഷ്യരിലും ആശ്രയിച്ച് 38 വർഷം ജീവിതം പാഴാക്കിയ ഒരു വ്യക്തി അവന്റെ അടുക്കൽ ഈശോ വന്ന് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ മകനെ? ഇന്ന് രാത്രിയില് ജീവിതത്തിലെ പലവിധ വ്യഥകളാലും ദുഃഖങ്ങളാലും വേദനിക്കുന്ന എല്ലാ മക്കളോടുമുള്ള ചോദ്യമാണ്. നിന്റെ സൃഷ്ടാവും കർത്താവും പരിപാലകനുമായ യേശു ചോദിക്കുന്നു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് നമ്മുടെ ആരുടെയും പുണ്യപ്രവൃത്തികളോ സൽപ്രവൃത്തികളോ കഴിവുകളോ ആവശ്യമില്ല. ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, തന്റെ പ്രിയപുത്രനിലൂടെ ലോകത്തിന് നൽകിയ കാരുണ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന, കർത്താവിന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിക്കുന്ന എല്ലാ മക്കൾക്കും ഉള്ളതാണ് ഈ സൗഖ്യവും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെല്ലാം സൃഷ്ടിച്ചത്. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എന്നാൽ ആദ്യ മനുഷ്യൻ തൊട്ടെല്ലാവരും സ്വന്തം മഹത്വത്തിന് വേണ്ടി പ്രയത്നിച്ച് പാപം ചെയ്തു. അങ്ങനെ ദൈവമഹത്വത്തിന് എല്ലാവരും അയോഗ്യരായി തീർന്നു. എങ്കിലും നമ്മളെ തേടി വരുന്നൊരു സ്നേഹം, യേശുവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്കെല്ലാം കടന്നു വരുന്നതാണ്. രാത്രിയിൽ ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ ഒന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. 22-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വചനം പറയുന്നു, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാണ്. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കും. ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളും ഹൃദയവും തളർന്ന നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും നഷ്ടങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം തന്റെ സർവമഹത്വത്തോടെ നമ്മുടെ മധ്യേയുണ്ട്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സർവമഹത്വത്തോടെ നമ്മുടെ മധ്യേയുണ്ട്. ദൈവത്തിന് അർഹിക്കുന്ന മഹത്വ സ്തുതി നമ്മൾ അർപ്പിക്കുമ്പോൾ അവിടുത്തെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. എല്ലാ ജീവിതങ്ങളും കരങ്ങൾ ഉയർത്തി, ഹൃദയം ഉയർത്തി, ജീവിതം ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. സർവ്വാധ രോഗിയോട് ചോദിച്ച കർത്താവേ, ഇതാ ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ സന്നിധിയിൽ നിൽക്കുന്നു. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച യേശുവേ, ഇതാ ഞങ്ങൾ വിളിക്കുന്നു. നിന്റെ കാരുണ്യം ഈ രാത്രിയിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവ് പ്രവർത്തന നിരതനാണെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞാനും പ്രവർത്തന നിരതനാണെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ രാത്രി നിന്റെ സന്നിധിയിൽ മുട്ടി വിളിക്കുന്ന എല്ലാ മക്കളിലേക്ക് ഇതിന്റെ അത്ഭുത ശക്തി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah, Rama, 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 hallelujah, 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 amen, hallelujah, hallelujah, hallelujah. Amen.
ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ദൈവത്തിന് ചേർന്ന മഹത്വം, എല്ലാ സ്തുതികൾക്ക് യോഗ്യനായവനെ മഹത്വപ്പെടുത്താം. വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ നാവുകളും എല്ലാ മുട്ടുകളും കിടക്കുന്ന നാമം. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. ഹല്ലേലൂയാ 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 ആമേൻ. ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്ന കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട. നിങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളെല്ലാം കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവത്തിന് അർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ വിടുതൽ യേശു ക്രിസ്തുവിൽ നിങ്ങളിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ അറിവോട് കൂടിയാണെന്ന് വിശ്വസിക്കണം. ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയാണെങ്കിലും അത് വേദനിക്കുന്ന കഷ്ടങ്ങളായാലും അത് ദൈവഹിതമാണെന്ന് വിശ്വസിക്കുമ്പോഴാണ്, അതെന്റെ ജീവിതത്തിന് നന്മയ്ക്ക് അനിവാര്യമാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് അവ നന്മയായി ദൈവത്തിന് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള ദൈവ പൈതലേ, ഈ രാത്രി നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തട്ടെ. ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ, വേദനകളെ ഓർത്ത് നിരാശപ്പെടരുത്. പരാജയങ്ങളെ, രോഗങ്ങളെ ഓർത്ത് നിരാശപ്പെടരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവരാരും ദുഃഖിതരാവുകയില്ല, നിരാശരാവുകയില്ല. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നാണ് വചനം പറയുക. നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് നോക്കരുത്. പ്രിയപ്പെട്ട ദൈവവൈതലേ, ദൈവം ദാനമായി നൽകിയതല്ലാതെ നിനക്ക് എന്താണുള്ളത്? നിന്റെതൊന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നീ തിരിച്ചറിയുക. നിന്റെ കർത്താവ് സൗജന്യമായി നൽകിയത് മാത്രമാണ് നമുക്ക് പോയിട്ടുള്ളൂ. ആയതിനാൽ ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെ ഓർത്ത് നന്ദി പറയാം. എല്ലാ നഷ്ടങ്ങളെ ഓർത്ത് നന്ദി പറയാം. കാരണം കർത്താവ് നീ ദാനമായി നൽകിയതാണ്. നീ ദാനമായി നൽകിയതിന് നിനക്ക് മഹത്വം നൽകുവാൻ നന്ദി പറയാൻ അടിയങ്ങൾ മറന്നുപോയി. എവിടേക്കോ ഞങ്ങൾ അഹങ്കരിച്ചു പോയി. എവിടേക്കോ ഞങ്ങൾ സ്വന്തം മഹത്വം അന്വേഷിച്ചു പോയി. എവിടേക്കോ ഞങ്ങൾ മറ്റുള്ളവർ ഞങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ, അനുഗ്രഹങ്ങളെ പ്രകീർത്തിച്ചപ്പോൾ നിനക്ക് തരേണ്ട മഹത്വം ഞങ്ങൾ ഏറ്റെടുത്തു പോയി. കർത്താവ് ഇതാ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം നിന്റെ ദാനമാണെന്നും
ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ നന്മകളും, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ സൗജന്യമായി നൽകിയിടാൻ തിരിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ ദുഃഖങ്ങളും വേദനകളും മാറ്റിക്കൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാം. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രിയില് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വരും. എല്ലാം ദാനമാണെന്ന് ഏറ്റു പറയുമ്പോൾ, എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദുഃഖം വേണ്ട, നിരാശ വേണ്ട, നഷ്ടധൈര്യരാകണ്ട. പ്രിയമുള്ളവരെ, എല്ലാം ദാനമാണെന്നിരിക്കെ നമ്മൾ ഒന്നിനെ കുറിച്ച് അഹങ്കരിക്കരുത്. എല്ലാം ദാനമായിരിക്കെ എന്റേതെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എല്ലാം ദാനമായിരിക്കും, എല്ലാം സൗജന്യദാനമായിരിക്കും എന്റേതെന്ന് അഹങ്കരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നവ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട. കർത്താവിലേക്ക് തിരിയുക. സൗജന്യമായി നൽകിയവൻ വീണ്ടും തരും, വീണ്ടും തരും. അവിടുത്തെ മഹത്വപ്പെടുത്തണം. എല്ലാത്തിനും കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിക്കുക. ജോബിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കണം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ അവിടുത്തെ മഹത്വം നമ്മുടെ എല്ലാ നഷ്ടങ്ങളിൽ ഒരിക്കൽ കൂടി കടന്നു വരും. അവിടുത്തെ മഹത്വം, നമ്മുടെ ശക്തി നമ്മുടെ എല്ലാ വേദനകളിലേക്കും കടന്നു വരും. അവിടുത്തെ പ്രഭാവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി വരും. ഒരിക്കൽ കൂടി കരമുയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാത്തിന്റെ ഉടയവനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാവരുടെ കരങ്ങളിൽ സ്വീകരിക്കാം. നന്മയും തിന്മയെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് കാഴ്ചവെക്കാം. എല്ലാത്തിനും ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം ദൈവകരങ്ങളിൽ സ്വീകരിക്കാം. അനുഗ്രഹങ്ങളും വേദനകളും ദുഃഖങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സ്വീകരിക്കാം. എല്ലാം നന്മയാക്കി മാറ്റുവാൻ, എല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ നിന്റെ ഈശോയ്ക്ക് സാധിക്കും. നിന്റെ ഈശോയ്ക്ക് സാധിക്കും. വലിയ വിശ്വാസത്തോടെ നിരാശ മാറ്റി, ദുഃഖം മാറ്റി, പരിഭവം മാറ്റി, പരാതി മാറ്റി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ആരാധിപ്പാൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ യേശുനാഥനെ ആരാധിച്ചിടാം. ആരാധന, 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 ആരാധന. നന്ദിയോടെ ആരാധന, 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 ആരാധന. സന്തോഷത്തോടെ വാഴാം. സന്തോഷത്തോടെ സ്തുതികൾ അർപ്പിക്കാം. ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളെ, വേദനകളെ, രോഗങ്ങളെ, തകർച്ചകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അവിടെ എല്ലാം ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. അവിടെ എല്ലാം യേശുവിന്റെ ശക്തി കടന്നു വരുന്ന സമയങ്ങളാണ്. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും കർത്താവിനെ സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എല്ലാത്തിനും നന്ദി പറയട്ടെ. സന്തോഷത്തോടെ നന്ദി പറയട്ടെ. അവിടെ എല്ലാം ദൈവ മഹത്വം കടന്നു വരും. അവിടെ എല്ലാം ദൈവകൃപ കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വല്ലഭനാമൻ രക്ഷകനേശുവിന്. എല്ലാ നാവും പാടിയിടും, മുഴങ്കാൽ മടങ്ങിയിടും, യേശുരാജനെ ആരാധിച്ചിടാം. യേശുരാജനെ ആരാധിച്ചിടാം. ആരാധന, 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 ആരാധന,
സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ യേശുനാഥനെ ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ യേശുനാഥനെ ആ നാമത്തെ ഏറ്റു പറയുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശു നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായി നൽകുന്ന രക്ഷ മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. റോമാലേഖനം 9:13 പറയുന്നുണ്ട്. പ്രിയമുള്ളൊരു രാത്രിയിൽ ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൂർത്തപുത്രനെ പോലെ, ജോബിനെ പോലെ നമ്മളും പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം, എന്റെ ഓഹരി എനിക്ക് തരിക. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയതെല്ലാം എന്റേതാണെന്ന് വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദാനമായിരിക്കെ എന്റേതെന്ന് അഹങ്കരിച്ചു പോയതെങ്കിലും അവസ്ഥകൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ എളിമയോടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാം ദാനമായിരിക്കെ മനുഷ്യ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് പൗലോസ്ലീഹ ചോദിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വന്തം ഏറ്റെടുത്തു പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ വേണ്ട രീതിയിൽ ദൈവത്തിന് നന്ദി പറയുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ പരാജയപ്പെട്ടു പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. സ്വന്തം മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുകയും മനുഷ്യപ്രീതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത എല്ലാ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. കരുണയുള്ളവനാണ് നിന്റെ തമ്പുരാൻ. അവിടെ നമുക്കൊരു സത്യം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, നീ സുഖം പ്രാപിക്കുന്ന എന്റെ ആഗ്രഹമാണ്. നീ വേദനയിലും ദുഃഖത്തിലും നിരാശയിലും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മകനെ. ഇതാ ഈ രാത്രിയിൽ ഈശോ നമ്മുടെ തൊട്ടടുക്കലുണ്ട്. എളിമയോടെ തമ്പുരാന്റെ ജീവിതം പൂർണ്ണമായി നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. ആ നാമത്തിന്റെ ശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം. എല്ലാ മുട്ടുകളും മടക്കപ്പെടുന്ന നാമം, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുട്ടുകളും മടക്കപ്പെടുന്ന നാമം നമ്മുടെ മധ്യേയുണ്ട്. അതേ യേശു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവൻ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, ചെങ്കടൽ രണ്ടായി വിഭജിച്ചവൻ ഇതാ നിന്റെ മധ്യേയുണ്ട്. ഈ രാത്രി നിന്റെ കഴിവിലും ബുദ്ധിയിലും പ്രാർത്ഥനയിൽ ആശ്രയിക്കരുത് മകനെ. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. അവിടുത്തെ തിരുഹിതമാണ് നമ്മൾ രക്ഷ പ്രാപിക്കുക എന്നുള്ളത്. അവിടുത്തെ തിരുഹിതമാണ് നമ്മൾ സൗഖ്യം പ്രാപിക്കുക എന്നുള്ളത്. യേശു അത് വ്യക്തമാക്കി. നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, എളിമയോടെ യേശുനാമത്തെ വിളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കാം. സന്തോഷത്തോടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകൾ യേശുവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം.
വലിയ വിശ്വാസത്തോടെ കർത്താവേ, നിന്റെ ദാനമാണെല്ലാം ഞാൻ ഏറ്റു പറയുന്നു. എന്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ ദാമ്പത്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ദാനമായി നൽകിയ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ സമ്പാദ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ കഴിവുകളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. എല്ലാം ദാനമായിരിക്കെ എവിടെയൊക്കെയോ എന്റേതെന്ന് ഞാൻ പറഞ്ഞ് അഹങ്കരിച്ചു. എന്റെ അവകാശമാണ് ഞാൻ വിചാരിച്ചു. എന്റെ കഴിവാണ് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ അത് നഷ്ടമായപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, കർത്താവേ, നീ തന്നെ ദാനമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, എന്റെ അധ്വാനം കൊണ്ടോ കഴിവുകൊണ്ടോ എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇതാ അങ്ങേ തിരുസന്നിധിയിൽ ഞാൻ മുട്ടുമടക്കി അങ്ങയുടെ നാമത്തിലൂടെ രക്ഷ ഞാൻ സ്വീകരിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി നമ്മുടെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളെയോട്ട് ഈശോയെ വിളിച്ച് നന്ദി പറയാം. എല്ലാത്തിനോർത്ത് നന്ദി പറയാം. എല്ലാം ദാനമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ദാനങ്ങളെ ഓർത്ത്, എല്ലാം നഷ്ടപ്പെട്ട എല്ലാ ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയട്ടെ. അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ കടന്നു വരും. ഈ രാത്രിയിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എല്ലാ അവസ്ഥകളെ ഓർത്ത് നന്ദി പറയട്ടെ. നഷ്ടപ്പെട്ടു പോയ എല്ലാത്തിനെ ഓർത്ത് നന്ദി പറയട്ടെ. ഒരിക്കൽ കൂടി അവൻ നിനക്ക് തരാൻ കഴിവുള്ളവനാണ്. അത് സൗജന്യ ദാനമാണ് തിരിച്ചറിഞ്ഞ് അതിനെ ഓർത്ത് നന്ദി പറയട്ടെ. നിന്റേതല്ല, ഒന്നും എന്റേതല്ല, അത് ഈശോയ്ക്ക് പറയാം. എല്ലാം യേശുവിന്റെ നാമത്തിലെ മഹത്വത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കാതെ കർത്താവിന് പറയാം. യേശുവേ, എല്ലാം നിന്റെ നാമത്തിലെ മഹത്വത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചത് പറഞ്ഞുകൊണ്ട് ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതകരമായ ശക്തി ഈ രാത്രി നിന്റെ ജീവിതത്തിൽ കടന്നു വരും. തളർവാദ രോഗികൾ സുഖപ്പെടും. എല്ലാ രോഗങ്ങളുടെ മേലെ യേശുവിന്റെ ശക്തി കടന്നു വരും. എല്ലാ അന്ധകാര ശക്തികളും നമ്മളിൽ വിട്ടുപോകും. ദൈവം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി മഹത്വപ്പെടട്ടെ. യേശു നാമ മഹത്വപ്പെടുന്നിടത്ത് എല്ലാ അന്ധകാര ശക്തികളും നമ്മളെ വിട്ടുപോകും. എല്ലാ രോഗപീഠകളും വിട്ടുപോകും. യേശുവിന്റെ നാമം മഹത്വപ്പെടുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. ഈ രാത്രിയില് വലിയ വിശ്വാസത്തോടെ നമുക്ക് യേശുവിനെ വിളിക്കാം. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ, എല്ലാ തിന്മകളെ നന്മയാക്കാൻ കഴിവുള്ളവൻ നിന്റെ മധ്യയുണ്ട്. വിശ്വാസത്തോടെ അവന്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. ആ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അതെ പ്രിയമുള്ളവരെ, ആ നാമത്തിൽ വിശ്വസിക്കുന്ന രക്ഷ പ്രാപിക്കും. ആ നാമത്തിൽ ആശ്രയിക്കുന്ന രക്ഷ പ്രാപിക്കും. കർത്താവ് രാത്രി നമ്മളെ തൊടും, അത്ഭുതകരമായി തൊടും. ആ നാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് സ്തുതിക്കാം. മഹത്വപ്പെടുത്തി പാടാം. യേശു യേശു അവനാരിലും വലിയവൻ. നിന്റെ ജീവിതത്തിലെ ഏത് അവസ്ഥയെക്കാളും വലിയവനാണ് കർത്താവ്. പറയട്ടെ, നിന്റെ രോഗത്തെക്കാളും ദുഃഖത്തെക്കാളും നഷ്ടങ്ങളെക്കാളും കടബാധ്യതകളെക്കാളും വലിയവനാണ് എന്റെ കർത്താവ്. നേറ്റ് പറയട്ടെ. ഓ സ്തോത്രം. ഒരിക്കൽ കൂടെ യേശു. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. അവനാരിലും വലിയവൻ. യേശു എന്നെ അനുഗ്രഹിക്കും. യേശു യേശു എന്നെ രക്ഷിക്കും. എന്റെ എല്ലാ ദുഃഖങ്ങളെക്കാളും ശക്തനാണവൻ, വലിയവനാണവൻ. ഒരിക്കൽ കൂടെ യേശു
അഴുകിയ മാംസത്തിൽ നിന്നും എന്റെ ദൈവത്തെ ഞാൻ കാണും. പ്രഖ്യാപിക്കാം. യേശുവിന്റെ വിശ്വാസം എന്ന് പറയാം. നിനക്ക് നീതി നടന്നു തരുന്നവൻ ജീവിക്കുന്നു. അവൻ നിന്നെ അനുഗ്രഹിക്കും. അവൻ നിന്നെ ഉയർത്തും. തകർച്ചകൾ വിട്ടുപോകട്ടെ. ദുഃഖവും നിരാശയുടെ ആത്മാക്കൾ വിട്ടുപോകട്ടെ. യേശുവേ, യേശുവേ, നിന്നിൽ ആശ്രയിച്ച ഒരുവനും ലജ്ജിതനായിട്ടില്ല. കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിച്ച ഒരുവനും ലജ്ജിതനായിട്ടില്ല. ഈ രാത്രി നിന്റെ നാമം വിളിക്കുന്ന എല്ലാ മക്കളുടെ മേലും അത്ഭുതകരമായ കരുണ ചൊരിയട്ടെ. സൗഖ്യപ്പെടുതലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുവിൻ, ലഭിച്ചേക്കുമെന്നല്ല പറഞ്ഞത്, ലഭിക്കുമെന്ന് കർത്താവ് ഉറപ്പായിട്ട് പറയുകയാണ്. മുട്ടുന്നവന് തുറന്നു കിട്ടുന്ന കർത്താവ് ഉറപ്പായിട്ട് പറയുന്നുണ്ട്. കാരണം ചോദിക്കുന്നതിന് മുൻപേ ദൈവം നൽകുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ദൈവം 2000 വർഷം മുമ്പ് കാൽവരി മലയിൽ ദൈവം തന്റെ പ്രിയപുത്രനിലൂടെ നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നൽകാതിരിക്കുമോ? യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കട്ടെ. ഈ രാത്രിയിൽ ചോദ്യം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകടനമാണ്. ഉറപ്പായിട്ട് കർത്താവ് തരുന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ്യതയാലല്ല, നമ്മുടെ കഴിവിനാലല്ല, നമ്മുടെ സുഹൃതത്താലല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, യേശുവിന്റെ യോഗ്യതയാൽ, അവൻ അർപ്പിച്ച ദിവ്യ ബലിയുടെ യോഗ്യതയാൽ നീ ചോദിക്കുവിൻ, ചോദിക്കുവിൻ. പ്രിയമുള്ളവരെ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ചോദിക്കുവിൻ. കൃതജ്ഞതാ സ്തോത്രത്തോടെ ചോദിക്കുവിൻ. ലഭിക്കുമെന്ന ഉറപ്പോടെ നന്ദി പറഞ്ഞ് ചോദിക്കട്ടെ. എല്ലാ മക്കളും നന്ദി പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ. ഉറപ്പായിട്ടും കേട്ടും. യേശു തമ്പുരാൻ നിനക്ക് തരും. ഈ രാത്രി നിന്റെ ഏത് ആവശ്യം നിറവേറ്റി തരാൻ നിന്റെ യേശു കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുവിന്റെ കാരുണ്യത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ചോദിക്കട്ടെ. ഉറപ്പായിട്ടും ലഭിക്കും, ഉറപ്പായിട്ടും ലഭിക്കും. നന്ദി പറഞ്ഞ് ചോദിക്കട്ടെ, നന്ദി പറഞ്ഞ് ചോദിക്കട്ടെ. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ചോദിക്കട്ടെ, സ്തുതിച്ചുകൊണ്ട് ചോദിക്കട്ടെ. ഓ കർത്താവിനെ ആരാധിക്കാം. നമുക്ക് നന്ദിയോടെ ആരാധിക്കട്ടെ. അത്ഭുതകരമായ ശക്തി കടന്നു വരും. ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരുന്നു, വിടുതൽ കടന്നു വരുന്നു, സമാധാനം കടന്നു വരുന്നു, സന്തോഷം കടന്നു വരുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ രോഗങ്ങൾ സുഖപ്പെടും, ബന്ധനങ്ങൾ അഴിയും, കോട്ടകൾ തകരും, ചങ്ങലകൾ തകരും, പിശാചിന്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടും. ആ നാമത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ, നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. യേശു നാമത്തിൽ ചോദിക്കുവാൻ ലഭിക്കും, ലഭിക്കും, ഉറപ്പായിട്ട് ലഭിക്കും. അവൻ വലിയവനാണ്, നിന്റെ ആവശ്യം നിറവേറ്റി തരാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തു
ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ പരിഭവം പറയില്ല, പരാതി പറയില്ല. ശിവേ എന്ന് ഞാൻ നിന്നെ സ്തുതിക്കും. എല്ലാം എന്റെ നന്മയ്ക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓ എന്റെ കർത്താവേ, നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എന്റെ നന്മയ്ക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം നന്മയാക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, നിന്റെ നാമത്തിന്റെ സ്തുതിക്കായി കൃതജ്ഞതയുടെ ഒരു ജീവിതം നയിക്കാമെന്ന് ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ. എവിടെയോ അഹങ്കരിച്ചു പോയ എന്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എവിടെയോ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു പോയ എന്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എല്ലാ നന്മകൾക്കും എല്ലാ ദാനങ്ങൾക്കും പകരമായി ഇതാ കർത്താവ് എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. പരിപൂർണമായ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് സ്തുതിക്കാം. നമ്മൾ ചോദിച്ചതും യാചിച്ചതെല്ലാം നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലെല്ലാം ഉപരി നന്മയാക്കി അവിടുന്ന് മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, എല്ലാ ദുഃഖവും നിരാശയും പരിഭവവും പരാതിയും മാറ്റിക്കൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അരുളി ചെയ്തവർ അതിന്റെ മധ്യയുണ്ട്. തന്റെ സർവമഹത്വത്തോടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ജീവിതം സമർപ്പിക്കാം. ഈശോയെ, നിന്നെ കൂടാതെ എനിക്കൊന്നുമില്ല, നീ നൽകിയതല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് സ്തുതിക്കായി ജീവിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ഈ രാത്രിയിൽ ഏത് മേഖലയിലാണ് നിനക്ക് ജീവൻ വേണ്ടത്, എവിടെയാണ് ജീവന്റെ കുറവുള്ളത്, യേശുവിനോട് ചോദിക്കട്ടെ. യേശുവിന് പൂർണ്ണ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തോട് ചോദിച്ച് അവിടുത്തെ ആരാധിക്കാം. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ